ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ഗ്രീൻസ് തിയറം. സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഗ്രീൻസ് തിയറം. ഗ്രീൻസ് തിയറം അതിൻ്റെ അപ്ലിക്കേഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ മൊഡ്യൂളിൽ 4 ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഗ്രീൻസ് തിയറം, അതിൻ്റെ കൂടെ അതിൻ്റെ അപ്ലിക്കേഷൻ, നെക്സ്റ്റ് സർഫസ് ഇൻ്റഗ്രൽ, നെക്സ്റ്റ് ഡൈവേർജൻസ് തിയറം, പിന്നെ സ്റ്റോക്സ് തിയറം. ഇതിൽ ഗ്രീൻസ് തിയറം അതേപോലെ അതിൻ്റെ അപ്ലിക്കേഷൻ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും, ആ ഈ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണെന്നും കൂടി പറയാം. എന്താണ് ഗ്രീൻസ് തിയറം? ലെറ്റ് ക്യാപ് ആർ ബി എ സിംപ്ലി കണക്റ്റഡ് പ്ലെയിൻ റീജിയൻ whose boundary is simple closed piecewise smooth curve C oriented counter clockwise direction. If f of xy and g of xy are continuous and have continuous partial derivative on some open set containing R, then integral over C f of xy dx plus g of xy dy that equal to double integral over R ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എ. പറയാം എന്താ ഈ തിയറത്തിൽ പറയുന്ന കാര്യങ്ങൾ പറയാം. നമുക്ക് ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യാം. എന്താണ് ഗ്രീൻസ് തിയറം പറയണത്? നമുക്കൊരു റീജിയൻ ആർ ഉണ്ട്. ദാറ്റ് ഈസ് ഞാൻ ഇവിടെ ആ റീജിയന് സിമ്പിളായിട്ട് ഒരു റീജിയൻ വരച്ചു. ഒരു റീജിയൻ ആർ. ആറിൻ്റെ പ്രത്യേകത എന്താണ്? ആറ് സിംപ്ലി കണക്റ്റഡ് ആയിരിക്കണം, അഥവാ ഈ രീതിയിൽ കിടക്കരുത്. ഇതൊരു റീജിയനാക്കി കൂട്ടാൻ പറ്റില്ല, കാരണം ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടില്ല. ഇത് കണക്ഷൻ വരികയാണെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ വരണം. അതാണ് ആറിൻ്റെ പ്രത്യേകത. എന്താണ്? ആർ ഈ സിംപ്ലി കണക്റ്റഡ് പ്ലെയിൻ റീജിയൻ ആയിരിക്കണം, അഥവാ സ്പേസിലുള്ള ഒരു റീജിയൻ ഗ്രീൻസ് തിയറത്തിന് പറ്റില്ല. പ്ലെയിനിൽ കിടക്കുന്ന ഒരു റീജിയൻ ആയിരിക്കണം. പിന്നെ whose boundary is simply closed piecewise smooth curve, അഥവാ അതിൻ്റെ ബൗണ്ടറി എന്തായിരിക്കണം? സ്മൂത്ത് ആയിരിക്കണം, അഥവാ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം, അതേപോലെ ക്ലോസ്ഡ് ആയിരിക്കണം. സ്മൂത്ത് കർവ് ആയിരിക്കും. അത് ഇങ്ങനെ കിടക്കുന്ന ഒരു റീജിയൻ പറ്റില്ല. അതെന്തായിരിക്കണം? സ്മൂത്ത് ആയിരിക്കണം, അതേപോലെ ക്ലോസ്ഡ് ആയിരിക്കണം. സ്മൂത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ രീതിയിലുള്ള ഡെറിവേറ്റീവ്, നമുക്കറിയാം ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പോയിന്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണില്ല, അഥവാ ഇങ്ങനത്തെ ഷാർപ്പ് എഡ്ജ് വരരുത്. ഇനി ഷാർപ്പ് എഡ്ജ് വന്നിട്ടുണ്ടെങ്കിൽ പീസ് വൈസ് സ്മൂത്ത് ആയിരിക്കണം. ഇവിടെ നോക്കിയാൽ ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. ഇത് പീസ് വൈസ്, ഇവിടെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണില്ല, ഇവിടെയും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണില്ല, ഇവിടെയും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണില്ല. പക്ഷേ സ്മൂത്ത് അല്ല, എന്തായാൽ മതി? പീസ് വൈസ് സ്മൂത്ത് ആയാൽ മതി. അഥവാ ഈ 3 പീസ് എടുത്തു കഴിഞ്ഞാൽ, ഈ 3ആയി ഭാഗിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ ഭാഗത്തിലും കർവ് സ്മൂത്താണ്, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. അതാണ് boundary. Its boundary is simple closed piecewise smooth curve oriented counter clockwise direction. അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്തായിരിക്കണം? കൗണ്ടർ ക്ലോക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതാ പറയണേ 6, അഥവാ നമ്മളെ റീജിയൻ്റെ അതേപോലെ അതിൻ്റെ ബൗണ്ടറിയുടെയും പ്രത്യേകതയാണ് ഫസ്റ്റ് 2 ലൈനിൽ പറയണത്. പിന്നെ പറയണത് ഇവിടെ എഫ് പറഞ്ഞിട്ടുണ്ട്, ജി പറഞ്ഞിട്ടുണ്ട്, അതേപോലെ എഫിൻ്റെയും ജിയുടെയും പാർഷ്യൽ ഡെറിവേറ്റീവും പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടിന്യൂസ് ആയിരിക്കണം. അത്രയേ ഉള്ളൂ ഗ്രീൻസ് തിയറം പറഞ്ഞത്. ഇനി ഒന്നും കൂടി വായിക്കാം. ലെറ്റ് ക്യാപിറ്റൽ ആർ ബി എ സിംപ്ലി കണക്റ്റഡ് പ്ലെയിൻ റീജിയൻ whose boundary is simple closed piecewise smooth curve C oriented counter clockwise direction. If f of xy and g of xy are continuous, അഥവാ ഇത് രണ്ടും കണ്ടിന്യൂസ് ആയിരിക്കണം, ആൻഡ് ഹാവ് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്, ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആയിരിക്കണം, ഓൺ സം ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് ആർ, അഥവാ നമ്മൾ തന്നിട്ടുള്ള റീജിയൻ എന്തായിരിക്കണം? ഈ 4 ഫംഗ്ഷനും എഫും ജിയും അതേപോലെ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി അങ്ങനെ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ that equal to double integral over R dou g by dou x minus dou f divided by dou y into dA. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നത് പകരം ഇവിടെ ഡബിൾ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചാൽ മതി.
ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് ഏരിയ കണ്ടുപിടിക്കാൻ. അഥവാ ലൈൻ ഇൻ്റഗ്രൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, യൂസിങ് ലൈൻ ഇൻ്റഗ്രൽ ഫൈൻഡ് ഏരിയ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. സെക്കൻഡ് മൊഡ്യൂളിന് യൂസിങ് ലൈൻ ഇൻ്റഗ്രൽ ഫൈൻഡ് ഏരിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുക. ഓക്കെ, എന്താണ് ഇക്വേഷൻ? ഏരിയ എ ഈക്വൽ ടു 1/2 ക്ലോസ്ഡ് ഇൻ്റഗ്രൽ. ഇവിടെ ക്ലോസ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ്ഡ് റീജിയൻ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ, വേറെ ഇൻ്റഗ്രൽ സാധാ പോലെ തന്നെ ചെയ്യണത്. ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ -y/dx + x/dy. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഞാൻ പ്രോബ്ലത്തിലേക്ക് പോട്ടെ. എഴുതിയെടുത്തോ? ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ്, ഞാൻ വീണ്ടും പറഞ്ഞു, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അഥവാ ഇതൊന്നും പഠിക്കാതെ ഒരിക്കലും എക്സാമിന് പോകരുത്. ഷുവർ ആണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് പോവാം. യൂസിങ് ഗ്രീൻസ് തിയറം. എക്സാമിന് ഇതേപോലെ ചോദിക്കുക, യൂസിങ് ഗ്രീൻസ് തിയറം ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി x²y/dx + x/dy എലോങ് ദി ട്രയാങ്കുലാർ പാത്ത് ഷോൺ ബിലോ. താഴെ ഒരു ട്രയാങ്കുലാർ പാത്ത് തന്നിട്ടുണ്ട്. അതിലെന്ത് ചെയ്യണം, യൂസിങ് ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ നോക്കിയാൽ ഇവിടെ എന്താണ്, ഇതാണ് നമ്മുടെ റീജിയണ്. അതിൻ്റെ ബൗണ്ടറി എന്താണ്, ക്ലോസ്ഡ് ആണ്, സ്മൂത്ത് ആണ്, അതേപോലെ പ്ലെയിനിലാണ് കിടക്കുന്നത്, അതേപോലെ ഓറിയൻറ്റേഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് ഗ്രീൻസ് തിയറം പറയണത്? ഇൻ്റഗ്രൽ ഓവർ സി f(x(y)dx + g(x(y)dy ദാറ്റ് ഈക്വൽ ടു. ഇത് കണ്ടുപിടിക്കുന്നതിന് പകരം എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇത് തന്നെയാണ് എന്ത്, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ∂g/∂x -∂f/∂y × dA. അതാ നമ്മളെ റീജിയണിൽ, ക്യാപിറ്റൽ ആർ എന്ന റീജിയണിൽ ഇതിനെ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് എഫ്. നമ്മൾ ഇതാണെന്ത്, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്താ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി x²y/dx + x/dy. ഇതാണ് ക്വസ്റ്റ്യൻ. ദിസ് ഈക്വൽ ടു നമ്മൾ ചെയ്യണമെന്നാണ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ∂g/∂x -∂f/∂y × dA. ഇതാണ് ചെയ്യാൻ പോണത്. ഓക്കെ, ഇവിടെ എന്താണ് എഫ്? എഫ് പറഞ്ഞാൽ ഡി എക്സിൻ്റെ കൂടെയുള്ള ഫംഗ്ഷനാണ് എഫ്. ദെർഫോർ എഫ് ഈക്വൽ ടു x²y. ഡി എക്സിൻ്റെ കൂടെയുള്ള ഫംഗ്ഷനാണ് എപ്പോഴും എഫ്. അതുപോലെ തന്നെ എന്താണ് ജി? ഡി വൈയുടെ കൂടെയുള്ള ഫംഗ്ഷനാണ് ജി. ദാറ്റ് ഈസ് ജി ഈക്വൽ ടു എക്സ്. ഇനി എന്താ വേണ്ടത്? ജീനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്യണം, എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ∂g/∂x ദാറ്റ് ഈക്വൽ ടു 1. നെക്സ്റ്റ് ∂f/∂y ദാറ്റ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ x² കോൺസ്റ്റൻ്റ് ആണ്, വൈയുടെ ഡെറിവേറ്റീവ് 1, ദാറ്റ് ഈസ് x². ഇനി ദാറ്റ് ഈക്വൽ ടു നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ദാറ്റ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ∂g/∂x ദാറ്റ് ഈക്വൽ ടു 1/∂y ദാറ്റ് ഈസ് x² ഇൻറ്റു dA. എന്താണ് dA? dy/dx. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യനിൽ നിന്ന് ഡെഫിനിഷൻ ഉപയോഗിച്ച് ഉള്ള കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചു. ഇനിയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡബിൾ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം. എങ്ങനെ ലിമിറ്റ് കിട്ടുക? തന്നിട്ടുള്ള റീജിയൻ നിന്നാണ് നമുക്ക് ലിമിറ്റ് കിട്ടുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, തന്നിട്ടുള്ള റീജിയൻ ഒരു ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് ഈ എക്സിന് കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുക്കാം. എക്സിന് കോൺസ്റ്റന്റ് ലിമിറ്റ് അഥവാ തന്നിട്ടുള്ള റീജിയന് ചതുരമല്ലെങ്കിൽ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കോൺസ്റ്റന്റ് കൊടുക്കാം, മറ്റേത് ഫംഗ്ഷൻ ഫോമിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ എക്സ് എവിടുന്ന് വാരി ചെയ്യണത്? എക്സ് 0 ഏത് വരെ പോകുന്നുണ്ട്? 1 വരെ പോകുന്നുണ്ട്. അപ്പോൾ എക്സ് 0 to 1. ഇനി എങ്ങനെ വൈൻ്റെ ലിമിറ്റ് എങ്ങനെയാണ് പിടിക്കുക? നമ്മളെ റീജിയണിൽ താഴ്ന്ന് മേലോട്ട് കംപ്ലീറ്റ് ലൈൻ വരയ്ക്കും. റീജിയൻ്റെ താഴ്ന്ന് മേലോട്ട് കംപ്ലീറ്റ് ലൈൻ വരയ്ക്കും. ഇത് കംപ്ലീറ്റ് ലൈൻ വരച്ചു. എല്ലാ ലൈനും സ്റ്റാർട്ട് ചെയ്യണ എവിടുന്ന? ഈ ലൈനിൽ നിന്നാണ്. എൻഡ് ചെയ്യണതോ ഈ ലൈനിലാണ്. അതാണ് വൈയുടെ ലിമിറ്റ്. ദാറ്റ് ഈസ് വൈ എക്സ് ആക്സ് അല്ലേ? എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം വൈ ഈക്വൽ ടു 0. അപ്പോൾ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്? വൈയുടെ ലിമിറ്റ് 0 സ്റ്റാർട്ട് ചെയ്ത് ഈ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം.
ഈ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഈ ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ ലൈന് ഇവിടെ വീണ്ടും എടുത്ത് വരയ്ക്കണം. ഒരു പോയിന്റ് 0 0, അടുത്ത പോയിന്റ് 1 2. എങ്ങനെ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക? ഇവിടെ ഒരു ആർബിറ്ററി XY നമ്മൾ അടയാളപ്പെടുത്തും. നമുക്കറിയാം ഒരു ലൈൻ ആയതുകൊണ്ട് ഇതിൻ്റെ സ്ലോപ്പ് M1ഉം ഇതിൻ്റെ സ്ലോപ്പ് M2ഉം ആണെങ്കിൽ രണ്ടും സെയിം ലൈനിലെ രണ്ട് സെഗ്മെൻറ്റാണ്. അപ്പോൾ M1 = M2 ആയിരിക്കും. രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്ലോപ്പ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? y - 0. പറയാം. x square. റീജിയൻ 0 to 1. ഇനി വൈയുടെ 0 to 2 അല്ല, 0 to 2 ആണെങ്കിൽ ചതുരായി. എപ്പോഴും മനസ്സിലാക്കി വെക്കുക. രണ്ട് ഇനി 0 to 2 എഴുതി വിചാരിക്കുക. ഈ പോയിന്റ് നമ്മൾ നീ പറഞ്ഞ റീജിയനിൽ വരില്ലേ? അഥവാ എക്സ് എന്താണ്? എക്സ് ഇതിൻ്റെ രണ്ടിനും ഇടയില്ല, ശരിയല്ലേ? എക്സ്. പക്ഷെ വൈയും ഇതിൻ്റെ രണ്ടിനും ഇടയില്ല. പക്ഷെ ഈ പോയിന്റ് നമ്മൾ റീജിയനിലുണ്ടോ? ഇല്ല, ശരിയല്ലേ? പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇവിടെ രണ്ടും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എപ്പോഴും ചതുര കിട്ടുക. നമ്മളെ റീജിയൻ ചതുരാണോ? അല്ല. നമ്മളെ റീജിയൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും? ഇങ്ങനെ ആണെങ്കിൽ നീ പറഞ്ഞ കറക്റ്റാ. ഇവിടെ 1 0യും ഇവിടെ 1 2 വരികയാണെങ്കിൽ എക്സ് 0 1ലേക്ക്, വയ്യോ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ കംപ്ലീറ്റ് നോക്ക്, എല്ലാം 0 2 വരെയാണ്. പക്ഷെ നമ്മൾ റീജിയൻ ഇങ്ങനെയാണ്, മനസ്സിലായോ? അപ്പോൾ ഈ ലൈൻ വരെ പോകണുള്ളൂ, ഈ ലൈൻ വരെ പോകണുള്ളൂ അല്ലേ? നീ പറഞ്ഞ 2 ആണെങ്കിൽ ഇതുവരെ പോകണം, y = 2 ഇതാ. പക്ഷെ ഇവിടെ ഒന്നും അങ്ങോട്ട് പോകണില്ല, ഇവിടുത്തെ ലൈനൊക്കെ ഇവിടം വരെ പോകണുള്ളൂ, മനസ്സിലായോ? ഇവിടെ അപ്പം നമ്മൾ ചെയ്യണത് ഈ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതും, എന്നിട്ട് എന്ത് ചെയ്യും? ഈ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും. അതാണ് y. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഈ വൈയുടെ ഈ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ആ ലൈന് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വരച്ചു, എന്നിട്ട് ആ രണ്ട് പോയിന്റ് അടയാളപ്പെടുത്തി 0 0 1 2. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു XY അടയാളപ്പെടുത്തി. നമുക്കറിയാം ഈ ലൈനിൻ്റെ M1, ഈ ചെറിയ ലൈനിൻ്റെ സ്ലോപ്പ് M1ഉം ഈ വലിയ ലൈനിൻ്റെ സ്ലോപ്പ് M2 ആണെങ്കിൽ, ലൈനാണെങ്കിൽ എല്ലാം ഈക്വൽ ആയിരിക്കും, സ്ലോപ്പ് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും, ശരിയല്ലേ? അപ്പോൾ എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക? y മൈനസ്, എങ്ങനെ രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് x1 y1 കിട്ടി, x2 y2 കിട്ടി. ഈ ലൈനിൻ്റെ സ്ലോപ്പ് പറഞ്ഞ എങ്ങനെയാണ്? y2 മൈനസ് y1, അഥവാ ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇതാണ് സ്ലോപ്പ് m. ഇപ്പോൾ ഇതിൻ്റെ സ്ലോപ്പോ ചെറിയ സ്ലോപ്പ് എന്തായിരിക്കും? y - 0 ഡിവൈഡ് ബൈ x - 0 അല്ലേ? ഇനി അടുത്തത് ചെറുതിൻ്റെ. ഇനി വലുതിൻ്റെയോ? 2 - 0 ഡിവൈഡ് ബൈ 1 - 0. ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ? കാരണം സെയിം ആണ്, m2 ഈക്വൽ ആണ്. ദാറ്റ് ഈസ് y ബൈ x = 2. ദാറ്റ് ഇംപ്ലൈസ് y = 2x. ഓക്കെ. അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? y = 2x. അപ്പോൾ ഏതാണ് ലിമിറ്റ്? y = 0 y = 2x വരെയാണ് നമ്മളെ വൈയുടെ ലിമിറ്റ്. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വൈയുടെ ലിമിറ്റ് ഫസ്റ്റ് എഴുതി 0 to 2x, എക്സിൻ്റെ ലിമിറ്റ് 0 to 1, 1 മൈനസ് x² dy dx. നമ്മൾ ചെയ്യാൻ പോണത് വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യാൻ പോണത്. ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1. വേണമെങ്കിൽ എന്ത് ചെയ്യാം? y ഇല്ലാത്ത ടേമൊക്കെ പുറത്തേക്ക് എടുക്കാം, 1 മൈനസ് x² വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്താണുള്ളത്? ഇൻ്റഗ്രൽ 0 to 2x dy dx. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത്. ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 1 മൈനസ് x². ഇനി എന്താണുള്ളത്? ഇതിൻ്റെ ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് y വരും, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2x വരും, ഇൻറ്റു dx. ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 2x മൈനസ് 2x³ into dx. Okay. That equal to, ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 2x²/2 മൈനസ് 2x⁴/4 അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to 1. 2 ക്യാൻസൽ ചെയ്യാം.
ഇവിടുന്നും 2 ക്യാൻസൽ ചെയ്യാം, ഇവിടെ 2 ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് റേസ് ടു 4/2 0 to 1. That equal to 1 minus 1/2. That's equal to 1/2. Answer 1/2. Okay. Question. Find a work done by the force field. Find a work done by the force field. F of xy equal to e raised to x minus y cube I plus cos y plus x cube j on a particle that travels once around the unit circle x square plus y square equal to 1 in the counterclockwise direction. അപ്പോൾ ഇവിടെ ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ സെക്കൻഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ഡൺ, നമുക്കറിയാം വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ, വർക്ക് ഡൺ ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ, ഇതാണ് വർക്ക് ഡൺ. ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി, ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ. ഓക്കെ, അപ്പോൾ വർക്കിടൻ്റെ ഇക്വേഷൻ ഇതിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിലും എടുത്ത് എഴുതാം. ഇവിടെ തന്നിട്ടുള്ളത് എഫ് ആണ്, തന്നിട്ടുള്ളത് എഫ് ഈക്വൽ ടു എന്നാണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ, ഗിവൺ ദാറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എ റേസ് ടു എക്സ് മൈനസ് വൈ ക്യൂബ് ഐ പ്ലസ് കോസ് വൈ പ്ലസ് എക്സ് ക്യൂബ് ജെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഇവിടെ എഫ് സ്മോൾ എഫ് ആണ്, ഇത്രയും ടേം സ്മോൾ എഫ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം വെക്റ്റർ ഫീൽഡ് എഫ് ഐ പ്ലസ് ജി ജെ അങ്ങനെ ആയിരിക്കും. ദാറ്റ് ഈസ് ഇതാണ് ജി. ദെയർഫോർ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി എഫ്, ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് മൈനസ് വൈ ക്യൂബ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ, ദാറ്റ് ഈസ് കോസ് വൈ പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡി വൈ. അപ്പോൾ ആദ്യം സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് വർക്ക് ഡൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ ചെയ്യണം, അഥവാ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എഴുതാം. ഇത് ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചതാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഭാഗത്ത് വർക്ക് ഡൺ. മൂന്നാമത്തെ ടൈപ്പ് എഫ് ഡോട്ട് ഡി ആർ, ദാറ്റ് ഈസ് എഫ് ഡോട്ട് ഡി ആർ പറഞ്ഞത് അത് തന്നെയാണ് എന്ത്, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ. ഓക്കെ, ഇത് രണ്ടും ഈക്വലാണ്. ഇനി നമുക്ക് അറിയേണ്ടത് എഫ് എന്താ ജി എന്താ, അത് ഈ വെക്റ്റർ ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഐയുടെ കൂടെ ഉള്ളതാണ് എഫ്, എപ്പോഴും പറയണതാണ് ഐയുടെ കൂടെ ഉള്ളതാണ് എഫ്, അതേപോലെ ജെയുടെ കൂടെ ഉള്ളതാണ് ജി. അപ്പോൾ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻ്റഗ്രൽ ഓവർ സി ഇ റേസ് ടു എക്സ് മൈനസ് വൈ ക്യൂബ് ഡി എക്സ് പ്ലസ് കോസ് വൈ പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡി വൈ. ദിസ് ഈക്വൽ ടു ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് നമുക്കിതെന്താ, ഇത് ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രീൻസ് തിയറം യൂസിങ് ഗ്രീൻസ് തിയറം ദിസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എ. ഓക്കെ, ഇനി എന്താണ് ജി, എഫും ജി എന്താണ്, എഫ് ഈക്വൽ ടു കോസ് വൈ പ്ലസ് എക്സ് ക്യൂബ്. ജി എന്താണ്, എഫ് ഈക്വൽ ടു ഇതാണ് ജി. നെക്സ്റ്റ് എഫ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ ക്യൂബ്. നമുക്ക് വേണ്ടത് ഡോ ജി ബൈ ഡോ എക്സ് അറിയണം, ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ അറിയണം. എന്താണ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും മൈനസ് 3y². നെക്സ്റ്റ് എന്താണ് ഡോ ജി ബൈ ഡോ എക്സ്, ദാറ്റ് ഈക്വൽ ടു ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 3x². നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ്, ദാറ്റ് ഈസ് 3x² മൈനസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ, ദാറ്റ് ഈസ് മൈനസ് 3y² ഇൻറ്റു ഡി എ. ദാറ്റ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 3 വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം, പിന്നെ x² പ്ലസ് y² ഇൻറ്റു ഡി എ. ഓക്കെ, 3 വേണമെങ്കിൽ അഗെയിൻ ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ, ഇവിടെ മൈനസ് ഇല്ലേ, ഇവിടെ നോക്കിയേ, ഇതാണ് ഡോ ജി ബൈ ഡോ എക്സ് 3x² എഴുതി, പിന്നെ ഈ മൈനസ് എഴുതി, എന്നിട്ട് ഈ മൈനസ് അല്ലേ, ഹലോ
ഹലോ ഹലോ ആ കേൾക്കണല്ലേ? ആ ആ കേൾക്കാൻ പറ്റണില്ലേ? ഓക്കെ. ആ 3x² മൈനസ് എന്താണ് ഡോ എഫ് ഡി ബൈ ഡോ വൈ -3y². ഈ മൈനസ് മൈനസ് പ്ലസ് ആയി. ഓക്കെ. എന്നിട്ട് 3 എന്ത് ചെയ്തു? ഔട്ട് സൈഡ് എടുത്ത് അടുത്ത സ്റ്റെപ്പിൽ അഗൈൻ ഔട്ട് സൈഡ് എടുത്ത് ബാക്കി x² + y² ഇൻറ്റു DA. ഓക്കെ. ഇനി നമുക്ക് ഏതാണ് ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഡബിൾ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മൾ റീജിയൻ നോക്കുക. റീജിയൻ എന്താണ്? സർക്കിളാണ്. സർക്കിൾ ആണെങ്കിൽ എപ്പോഴും ഏറ്റവും സിംപ്ലസ്റ്റ് എന്താണ്? പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. എങ്ങനെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാം? x² + y² എന്ത് കൊടുക്കും? r² കൊടുക്കും. DAക്ക് എന്ത് കൊടുക്കും? r ഇൻറ്റു dr dθ കൊടുക്കും. ഇനി എക്സ് വേറെ ഉണ്ടെങ്കിലോ x = r cos θ, y = r sin θ. ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ എന്ത് ചെയ്യുക? പോളാറിലേക്ക് മാറ്റാൻ ചെയ്യുക. ദാറ്റ് ഈക്വൽ ടു തീറ്റ 3 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ എന്താണ് x² + y², ദാറ്റ് ഈസ് r². ഇത് അറിഞ്ഞിരിക്കണം. ഒരു പോളാറിലേക്ക് മാറ്റി കാർട്ടീഷ്യൻ ദാറ്റ് ഈസ് XY എന്ന റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം പോളാറിലേക്ക് മാറ്റി എപ്പോഴാണ്? x² + y² r² കൊടുക്കുക. DAക്ക് പകരം r ഇൻറ്റു dr dθ കൊടുക്കാം. x = r cos θ, y = r sin θ കൊടുക്കാം. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? r² വരും. ദാറ്റ് ഈസ് r². നെക്സ്റ്റ് r ഇൻറ്റു dr dθ. ഓക്കെ. ദാറ്റ് ഈക്വൽ ടു 3 ഇൻറ്റു ഇനി ഇൻറ്റു r² ഇൻറ്റു r ദാറ്റ് ഈസ് r³ dr dθ. ഇനി r എവിടെ മുതൽ എവിടെ വരാൻ നമുക്കറിയാം? യൂണിറ്റ് സർക്കിളാണ്. റേഡിയസ് 1 ആണ്. ദെർഫോർ r വാരി ചെയ്യുന്നത് 0 മുതൽ 1 വരെ. r എപ്പോഴും നമ്മൾ 0 മുതൽ ഏത് വരെ പോകുന്നുണ്ട്? അതാണ് r. ദാറ്റ് ഈസ് ആറിൻ്റെ ലിമിറ്റ് 0 to 1. തീറ്റയോ? തീറ്റ കംപ്ലീറ്റ് 2π 0 to 2π ദാറ്റ് ഈസ് 0 to 2π. ഓക്കെ. ഇതാണ് ആറിൻ്റെ ലിമിറ്റ്. ഇനി എന്ത് ചെയ്യാം? ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 3 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ. ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതാൻ പോവുകയാണ്. ലാസ്റ്റ് നമ്മൾ എഴുതിയ സ്റ്റെപ്പ് 3 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ 0 to 2π 0 to 1 r³ dr dθ. ദാറ്റ് ഈക്വൽ ടു 3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π എന്താണ് r³ ഇൻ്റഗ്രൽ? r⁴/4 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 to 1 dθ. ദാറ്റ് ഈക്വൽ ടു വേണമെങ്കിൽ എന്ത് ചെയ്യാം? /4 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് 3/4. നെക്സ്റ്റ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 കിട്ടുക. ദാറ്റ് ഈസ് 0 to 2π 1 ഇൻറ്റു dθ. ദാറ്റ് ഈക്വൽ ടു 3/4. വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ വരും. തീറ്റയ്ക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 2π. ഇത് രണ്ടും ക്യാൻസൽ. പറഞ്ഞു ഓക്കെ പറഞ്ഞു തരാം. ഇത് കംപ്ലീറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 3π/2. ഓക്കെ. ഇതാണ് ആൻസർ. റീജിയൻ വരുന്നതും കൂടി പറയാം. നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു റീജിയൻ? ഈസ് ട്രാവൽ വൺസ് അറൗണ്ട് ദി യൂണിറ്റ് സർക്കിൾ. ഒരു യൂണിറ്റ് സർക്കിളിൻ്റെ ചുറ്റുമാണ് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യണത്. ഇങ്ങനെ പാർട്ടിക്കിൾ മൂവ് ചെയ്യണം. അപ്പോൾ റീജിയൻ ഏതാണ്? സർക്കിളാണ്. സർക്കിളാണ് റീജിയൻ. ഇനി സർക്കിൾ ആണെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? പോളാറിലേക്ക് മാറ്റുകയാണ് നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ്. അഥവാ ഇതുവരെ എക്സും വൈ ആയിരുന്നില്ലേ? ഈ എക്സിനെയും വൈനെയും പോളാറിലേക്ക്. സർക്കിൾ ആണെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? വേഗം പോളാറിലേക്ക് മാറ്റും. എങ്ങനെ പോളാറിലേക്ക് മാറ്റുക? x² + y² ഈക്വൽ ടു r² കൊടുക്കും. ഇനി എക്സ് മാത്രമാണെങ്കിലോ? എക്സ് മാത്രമാണെങ്കിൽ r cos θ കൊടുക്കും. y മാത്രമാണെങ്കിലോ? r sin θ കൊടുക്കും. ഇനി DA ഉണ്ടെങ്കിൽ അതിന് r ഇൻറ്റു dr dθ കൊടുക്കും. ഇനി എങ്ങനെ ലിമിറ്റ് കിട്ടുക നോക്കാം. r ഇവിടെ യൂണിറ്റ് സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ? ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ r = 1 എന്നാണ് പോളാറിൽ. അഥവാ r നമ്മൾ റീച്ച് ചെയ്തല്ലേ? ഇതാണ് റീജിയൻ. r എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? r 0 പോയിട്ട് r 1 വരെ പോകണുള്ളൂ അല്ലേ? റേഡിയസ് 1 ആണെങ്കിൽ r 0 സ്റ്റാർട്ട് ചെയ്ത് റേഡിയസ് 0 സ്റ്റാർട്ട് ചെയ്ത് 1 വരെ പോകണുള്ളൂ. അപ്പോൾ r-ൻ്റെ ലിമിറ്റ് എന്താണ്? r-ൻ്റെ ലിമിറ്റ് 0 to 1. r-ൻ്റെ ലിമിറ്റ് 0 to 1. ഇനി തീറ്റ 0 π/2 π 3π/2 2π ഫുൾ സർക്കിളാണ്. ഇനി ഹാഫ് സർക്കിൾ ആണെങ്കിലോ? ഹാഫ് സർക്കിൾ ആണെങ്കിൽ 0 to 1
തീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ 0 to π. ഇത് ഫുൾ സർക്കിളാണ്, യൂണിറ്റ് സർക്കിളാണ്. അതുകൊണ്ട് 0 to 2π. തീറ്റയുടെ ലിമിറ്റ് 0 to 2π. എങ്ങനെ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ 3π/2. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. യൂസിങ് ഗ്രീൻസ് തിയറം ചോദിക്കും. ഇനി അല്ലാതെ ഫൈൻഡ് വർക്ക് ഡൺ എന്നും ചോദിക്കും. അപ്പോൾ വർക്ക് ഡൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം വർക്ക് ഡൺ ഇക്വേഷൻ എഴുതുക, അതിനെ ഈ ഫോമിലേക്ക് മാറ്റി എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഗ്രീൻസ് തിയറം ഉപയോഗിക്കാം. ഓക്കെ, ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എക്സ് കോസ് വൈ ഡി എക്സ് മൈനസ് വൈ സൈൻ എക്സ് ഡി വൈ. എന്താണ് ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം? That is, this equal to double integral over R dou g by dou x minus dou f divided by dou y into dA. ഇനി എവിടെയാണ്? വേർ സി ഈസ് ദി സ്ക്വയർ വിത്ത് വെർട്ടിസസ്. സി പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ആണ്. അതാ വെർട്ടിസസ് തന്നിട്ടുണ്ട് 0 0, നെക്സ്റ്റ് പൈ 0, നെക്സ്റ്റ് പൈ പൈ, നെക്സ്റ്റ് 0 പൈ. അഥവാ തന്നിട്ടുള്ളത് ഒരു സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ റീജൻ കിട്ടി. ഇതാണ് R. നമുക്ക് ചെയ്യാം. എന്താണ് എഫ്? എഫ് ഈക്വൽ ടു, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എഫ് എന്താണ്? എക്സ് കോസ് വൈ. എന്താണ് ജി? ജി ഈക്വൽ ടു മൈനസ് വൈ സൈൻ എക്സ്. നമുക്ക് വേണ്ടത് ഡോ ജി ബൈ ഡോ എക്സ് ചെയ്യണം. ദാറ്റ് ഈസ് മൈനസ് വൈ കോസ് എക്സ്. നെക്സ്റ്റ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് മൈനസ് എക്സ് സൈൻ വൈ. ദാറ്റ് ഈസ് കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ. എന്താണ് ഡോ ജി ബൈ ഡോ എക്സ്? മൈനസ് വൈ കോസ് എക്സ് മൈനസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ. ദാറ്റ് ഈസ് അഗെയിൻ മൈനസ് എക്സ് സൈൻ വൈ ഡി എ. That equal to ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ. ഈ മൈനസ് മൈനസ് പ്ലസ് ആവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ആ ടേമിന് എഴുതാൻ പോവാണ്. എക്സ് സൈൻ വൈ മൈനസ് വൈ കോസ് എക്സ് ഇൻറ്റു ഡി എ. ദാറ്റ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് സൈൻ വൈ മൈനസ് വൈ കോസ് എക്സ് ഡി എ പറഞ്ഞു കഴിഞ്ഞാൽ ഡി വൈ ഡി എക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അത് വൈയുടെയും എക്സിൻ്റെയും ലിമിറ്റ് കണ്ടുപിടിക്കണം. സ്ക്വയർ ആയതുകൊണ്ട് സിമ്പിളാണ്. ഞാൻ പറഞ്ഞു ചതുരമാണെങ്കിൽ സിമ്പിളാണ്. എന്തായിരിക്കും? എക്സ് എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ പൈ വരെ, 0 to പൈ വരെ. ഇത് ചതുരം ആയതുകൊണ്ട് വൈ എന്താണ്? 0 മുതൽ പൈ വരെ, അതും 0 മുതൽ പൈ വരെ. ദാറ്റ് ഈസ് വൈ. ചതുരമാണെങ്കിൽ സിമ്പിളാണ്, രണ്ടും കോൺസ്റ്റന്റ് ലിമിറ്റാണ് വരിക. ചതുരം അല്ലെങ്കിലാണ് നമ്മൾ ആ ലൈനിൻ്റെ ഇക്വേഷനിലേക്ക് ഇക്വേറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് ആ ലൈൻ്റെ ഇക്വേഷൻ എടുക്കുന്നത്. ചതുരം അല്ലെങ്കിൽ, ചതുരമാണെങ്കിൽ രണ്ട് കോൺസ്റ്റന്റ് ലിമിറ്റ് ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് സൈൻ എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 to പൈ എക്സ് സൈൻ വൈ മൈനസ് വൈ കോസ് എക്സ് ഇൻറ്റു ഡി വൈ ഡി എക്സ്. ഫസ്റ്റ് നമ്മൾ ചെയ്യണത് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യും, എന്നിട്ട് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to പൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യണത്. ദെർഫോർ എക്സ് ഇൻറ്റു ഓക്കെ 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 ലൈൻ്റെ ഇക്വേഷൻ വെച്ച് കണ്ട് സ്ലോപ്പ് വെച്ച് ചെയ്തു. അല്ലല്ലല്ലല്ല, സർക്കിളല്ല. സ്ക്വയർ ആണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നത്തെ അതേപോലെ നമ്മൾ എന്ത് ചെയ്തു, എക്സിൻ്റെ ലിമിറ്റ് 0 to പൈ എഴുതി. വൈയുടെ ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്തു, റീജിയണിൽ ഇങ്ങനെ ലൈൻ വരച്ചു. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണത്? വൈ ഈക്വൽ ടു 0 എന്ന ലൈന്. ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്താ? വൈ ഈക്വൽ ടു പൈ. ഈ ഇക്വേഷൻ്റെ എന്താ, ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്താ? വൈ ഈക്വൽ ടു പൈ അല്ലേ? പൈ. ഈ ഇക്വേഷൻ എന്താണ്? വൈ ഈക്വൽ ടു 0. ഇപ്പം 0 മുതൽ പൈ വരെ. സർക്കിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാം. എക്സ് 0 to പൈ, എക്സ് ഇതാ 0 to പൈ. എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏത് വരെ പോകുന്നുണ്ട്? 0 to പൈ വരെ. എക്സ് എപ്പോഴും ലെഫ്റ്റ് നിന്ന് റൈറ്റോട്ട് എടുക്കും, വൈയോ താഴ്ന്ന് മുകളിലോട്ട് കൊടുക്കും. ചെയ്യാം. ഇൻ്റഗ്രൽ 0 to പൈ
എക്സ് സൈൻ വിത്ത് റെസ്പെക്ട് വൈ ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സൈൻ വൈയുടെ ഇൻ്റഗ്രൽ. സൈൻ വൈയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് വൈ. ഈ എക്സ് ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് മൈനസ് എക്സ് കോസ് വൈ മൈനസ് വൈ സ്ക്വയർ ബൈ 2 കോസ് എക്സ്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 0 to pi നെക്സ്റ്റ് ഡി എക്സ് ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi. നെക്സ്റ്റ് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി? അപ്പർ ലിമിറ്റ് വൈക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റ് കൊടുക്കുക. സോറി, ഇവിടെ വൈ ആണ്. വൈക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് മൈനസ് എക്സ് എന്നാണ് കോസ് പൈ. കോസ് പൈ പറഞ്ഞു കഴിഞ്ഞാൽ -1. നെക്സ്റ്റ് മൈനസ് പൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കോസ് 0. ഓക്കെ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം. അപ്പോൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി? മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് എക്സ്, ഇവിടെ 0 വരും. -0 ഇൻറ്റു ഡി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 0 to pi. ഇൻ്റഗ്രൽ 0 to pi. നെക്സ്റ്റ് മൈനസ് എക്സ് ഇൻറ്റു -1 ദാറ്റ് ഈസ് എക്സ് മൈനസ് പൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു കോസ് എക്സ്. നെക്സ്റ്റ് മൈനസ് പ്ലസ് ദാറ്റ് ഈസ് പ്ലസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, നെക്സ്റ്റ് ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi. ഇവിടെ രണ്ടും ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 2x മൈനസ് പൈ സ്ക്വയർ ബൈ 2 കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x² ബൈ 2 മൈനസ് പൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് 0 to pi. ഇവിടെ 2 ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി? പൈ സ്ക്വയർ. ഇവിടെ സൈൻ പൈ 0 ആണ്. ദാറ്റ് ഈസ് പൈ സ്ക്വയർ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ ഇവിടെയും 0 വരും, ഇവിടെയും 0 വരും. ദാറ്റ് ഈസ് 0. ദാറ്റ് ഈക്വൽ ടു പൈ സ്ക്വയർ. ആൻസർ പൈ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഗ്രീൻസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻ ദാറ്റ് ഈസ് ഫൈൻഡിങ് ഏരിയ. ഓക്കെ, നമുക്ക് ചെയ്യാം. ഏരിയയുടെ ഇക്വേഷൻ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. യൂസ് ലൈൻ ഇൻ്റഗ്രൽ ടു ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി എലിപ്സ് x² + a² + b². ഓക്കെ, ഇതാണ് നമ്മൾ എലിപ്സ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് വൈ ഇൻ്റർസെപ്ഷനും എക്സ് ഇൻ്റർസെപ്ഷനും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ദാറ്റ് ഈസ് എക്സ് ഇൻ്റർസെപ്ഷൻ -a ആൻഡ് -b വൈ ഇൻ്റർസെപ്ഷൻ. ഇനി എന്താണ് ഇക്വേഷൻ? ഏരിയ a ഈക്വൽ ടു 1/2 ക്ലോസ്ഡ് ഇൻ്റഗ്രൽ -y dx പ്ലസ് എക്സ് dy. ഇതാണ് നമ്മുടെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഗ്രീൻസ് തിയറം അല്ലെങ്കിൽ ലൈൻ ഇൻ്റഗ്രൽ ഉപയോഗിച്ച് ഏരിയ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഏരിയ a ഈക്വൽ ടു 1/2 ക്ലോസ്ഡ് ഇൻ്റഗ്രൽ -y dx പ്ലസ് എക്സ് dy. ഇവിടെ നമുക്കറിയാം, ഇവിടെ x² / a² പ്ലസ് y² / b² ഈക്വൽ ടു 1. ഇത് ഒരു എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. നമുക്കറിയാം എലിപ്സിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ ദാറ്റ് ഈസ് x ഈക്വൽ ടു a cos t, y ഈക്വൽ ടു b sin t. t വാരി ഫ്രം 0 to 2π അല്ലേ? കംപ്ലീറ്റ് എലിപ്സ് ആയും സർക്കിൾ ആണെങ്കിലും t വാരി ഫ്രം 0 to 2π. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയണം? dx അറിയണം, dy അറിയണം. എക്സും വൈയും ആൾറെഡി നമുക്കറിയാം, കാരണം എലിപ്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് എന്താണ്, എവിടെ ഇൻ്റർസെപ്ഷൻ, എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടുന്ന് ഡി എക്സ് എന്നാണ് dx / dt. x ഈക്വൽ ടു a cos t ആണെങ്കിൽ dx / dt മൈനസ് a sin t. ഫ്രം ദിസ് dx ഈക്വൽ ടു -a sin t dt. അതുപോലെ തന്നെ dy / dt ദാറ്റ് ഈസ് ഈക്വൽ ടു b cos t. ഫ്രം ദിസ് dy ഈക്വൽ ടു b cos t dt. ഓക്കെ, എല്ലാം കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 1/2 ഇൻറ്റു ലിമിറ്റ് 0 to 2π minus y, that is minus y is given, y equal to b sin t, that is minus y minus b sin t dx അറിയാം, that is minus a sin t dt, minus a sin t dt
പ്ലസ് നെക്സ്റ്റ് എക്സ് എന്താണ് എക്സ് എ കോസ് ടി എന്നാണ് ഡി വൈ പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡി വൈ ദറ്റ് ഈസ് ഡി വൈ ബി കോസ് ടി ഡി ടി ദാറ്റ് ഈക്വൽ ടു 1/2 ഇൻറ്റഗ്രൽ 0 to 2 എ ബി മൈനസ് മൈനസ് പ്ലസ് ആയി എ ബി സൈൻ സ്ക്വയർ ടി പ്ലസ് എ ബി കോസ് സ്ക്വയർ ടി ഇൻറ്റു കോമൺ ആയിട്ട് വേണമെങ്കിൽ ഡി ടി എഴുതാം. ഓക്കെ, രണ്ട് ടേമിലും ഡി ടി ഉണ്ടായിരുന്നു. ദാറ്റ് ഈക്വൽ ടു 1/2 ഇൻറ്റഗ്രൽ 0 to 2 എ ബി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ഡി ടി ദാറ്റ് ഈക്വൽ ടു എ ബി ബൈ 2 എ ബി കോൺസ്റ്റൻ്റ് ആണ് പുറത്തേക്ക് എടുക്കാം ബാക്കി ഇൻറ്റഗ്രൽ 0 to 2 ഡി ടി ദാറ്റ് ഈക്വൽ ടു എ ബി ബൈ 2 ഇവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി വരും ടിക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ചെയ്യാം ദാറ്റ്സ് ഈക്വൽ ടു പൈ എ ബി. നമുക്കറിയാം ഇതിൻ്റെ എലിപ്സിൻ്റെ ഏരിയ നമുക്കറിയാം പൈ എ ബി ആണ്. യൂസിങ് ലൈൻ ഇൻറ്റഗ്രൽ അത് നമുക്ക് കിട്ടിയത് പൈ എ ബി ആണ്. അതാണ് ഈ ഫസ്റ്റ് നിങ്ങളെ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കിലെ ഗ്രീൻസ് തിയറത്തിലെ രണ്ട് അപ്ലിക്കേഷൻ. ലൈൻ ഇൻറ്റഗ്രൽ ഉപയോഗിച്ച് അഥവാ ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ലൈൻ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഏരിയയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പുതിയ ടോപ്പിക്കുമായി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.